ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മലയാളം ബോധനശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ ഒരു ചോദ്യരൂപത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവ് ഉപയോഗിച്ച് സ്വപ്രയത്നത്താൽ എത്താവുന്ന നിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ZPD. അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടെ സ്വയമായിട്ടുള്ള അവർക്കൊരു എബിലിറ്റി ഉണ്ടാവും അല്ലേ, അതുപയോഗിച്ച് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു സ്പേസിനെയാണ് സമീപസ്ഥ വികസന മണ്ഡലം ZPD എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഒരു സാൻഡ്വിച്ചൊക്കെ പോലെ രണ്ട് ബ്രെഡിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ പഠിതാവിന് സ്വയം പ്രവർത്തിക്കാൻ നൽകുന്ന സഹായമാണ് കൈത്താങ്ങ്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കുറച്ച് ഹിൻറ്റ് അല്ലെങ്കിൽ ക്ലൂസ് ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഹെൽപ്പ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ടീച്ചേഴ്സ് കൊടുക്കുന്ന ആ ഒരു സഹായമാണ് കൈത്താങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവ് ഉപയോഗിച്ച് സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം. അതുപോലെ പഠിതാവിന് സ്വയം പ്രവർത്തിക്കാൻ നൽകുന്ന സഹായം ാണ് കൈത്താങ്ങ്. ഇതെല്ലാം PSC ഇതിനു മുമ്പുള്ള എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി പഠിതാക്കൾ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം സഹകരിച്ച് പഠനത്തിൽ ഏർപ്പെടുന്ന രീതിയാണ് സഹകരണാത്മക പഠനം. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്. പഠിതാക്കൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഒരു സഹകരണ മനോഭാവത്തോടു കൂടി പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന രീതിയാണ് നമ്മൾ സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തിക്കും സംഘത്തിനും ഉയർന്ന നിലയിലെത്താൻ സാധിക്കുന്ന ഒരു പഠന രീതിയാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും അതിന് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ ആ ഗ്രൂപ്പിനും ബെനിഫിറ്റ് കിട്ടുന്നതാണ് സഹകരണാത്മക പഠനം. ഇനി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഹൊവാർഡ് ഗാർഡനറാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഹൊവാർഡ് ഗാർഡനറാണ്. അപ്പോൾ നമുക്കറിയാം ഗാർഡനിൽ പലതരം പൂക്കളുണ്ടല്ലോ, ബഹുവിധങ്ങളായിട്ടുള്ള പൂക്കളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹൊവാർഡ് ഗാർഡനറാണ്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നീ ശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധി ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണ്. അപ്പോൾ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രവണം, നമ്മൾ കേൾക്കുന്ന കാര്യം, അതുപോലെ നമ്മുടെ സംസാരം, അതുപോലെ വായിക്കുക, എഴുതുക, ഇതെല്ലാം ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുതകുന്ന ബുദ്ധിയാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഹൊവാർഡ് ഗാർഡനറാണ്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം തുടങ്ങിയ ശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധി ഭാഷാപരമായ ബുദ്ധിയാണ്. ഇനി വിശകലന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും കവിതയുടെ താളം കണ്ടെത്താനും പഠിതാവിന് സഹായകരമാകുന്ന ബുദ്ധിയാണ് യുക്തിചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ യുക്തിചിന്താപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്, വിശകലനം ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് യുക്തി ഉപയോഗിച്ച് ചിന്തിക്കണമല്ലോ. അതുപോലെ കവിതയ്ക്ക് താളമൊക്കെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് യുക്തിപൂർവ്വം ചിന്തിക്കണം. അപ്പോൾ ഹൊവാർഡ് ഗാർഡനറുടെ 9 ബഹുമുഖ ബുദ്ധികളിൽ ഉൾപ്പെടുന്നതാണിത്. അതുപോലെ തന്നെ ഈ ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അതിനുമൊക്കെ നമുക്ക് ഗണിതപരമായിട്ടുള്ള ബുദ്ധി വേണം. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു പഠിതാവിന് ആവശ്യമുള്ളതാണ് യുക്തിചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി. ഇനി കയ്യെഴുത്ത് മാസിക, ചുമർ ചിത്രം, പത്രം തുടങ്ങിയവയുടെ ലേഔട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും രചനാ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ ശീർഷകങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിലും അക്ഷരത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നതിലും പഠിതാവ് പ്രകടമാക്കുന്ന ബുദ്ധിയാണ് ദൃശ്യസ്ഥലപര ബുദ്ധി. അപ്പോൾ എന്തെങ്കിലും ലേഔട്ട് വർക്കുകൾ, ഇപ്പോൾ നമ്മൾ PPT പ്രിപ്പയർ ചെയ്യുമ്പോഴും എന്തെങ്കിലും ചുവർ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന കുട്ടികളുണ്ടായിരിക്കും അല്ലേ, അങ്ങനെയുള്ള കുട്ടികൾ പ്രദർശിപ്പിക്കുന്ന ബുദ്ധിയാണ് ദൃശ്യസ്ഥലപര ബുദ്ധി. ഇപ്പോൾ നമ്മുടെ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഈ ആർക്കിടെക്റ്റ്, അതുപോലെ കപ്പലിൽ ജോലി ചെയ്യുന്ന സെയിലേഴ്സ്, അവരൊക്കെ ഉപയോഗിക്കുന്ന ബുദ്ധി ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ അത് ഏത് തരം ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കയ്യെഴുത്ത് മാസിക, ചുമർ ചിത്രം, പത്രങ്ങളിലൊക്കെ ലേഔട്ട്, അറേഞ്ച്മെൻ്റ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ശീർഷകങ്ങൾ എവിടെ ഏത് പൊസിഷനിൽ വെക്കണം അതൊക്കെ കണ്ടുപിടിക്കാനും, അതുപോലെ ഫോണ്ടുകൾ, അക്ഷര വലിപ്പം, അതൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ടൊരു പഠിതാവിന് സാധിക്കുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ പ്രത്യേകത കൊണ്ടാണ്. ഇനി നാടകം, മൈം തുടങ്ങിയവ അവതരിപ്പിക്കുന്ന പഠിതാക്കളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി പാർട്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചലനപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ ഈ നാടകം, മൈമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന പഠിതാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി. അതുപോലെ കാവ്യാലാപനം, കാവ്യാസ്വാദനം, കലാ അവതരണം ഇവയിലൊക്കെ സംഗീതപരമായിട്ടുള്ള ബുദ്ധിയാണ് ദൃശ്യമാകുന്നത്. ചില കുട്ടികൾക്ക് ഈ പാട്ട് പാടാനും അതുപോലെ കവിതയൊക്കെ ആസ്വദിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് കാണും. അതിൽ പ്രകടമാകുന്നതാണ് സംഗീതപരമായിട്ടുള്ള ബുദ്ധി.
ഇനി സംഘപ്രവർത്തനത്തിലും സഹവർത്തിത പഠനത്തിലും സഹകരണാത്മക പഠനത്തിൽ ഏർപ്പെട്ട് പരസ്പരം സഹായിക്കുമ്പോൾ പഠിതാക്കളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അവരുടെ ഫീലിങ്സും അവരുടെ സ്വഭാവവും അവരുടെ രീതികളും അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയാന്തര ബുദ്ധിയാണ്. നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കാണാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയാന്തര ബുദ്ധിയാണ്. ചിലവർ മറ്റുള്ളവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു മനസ്സിലുള്ള ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കി പെരുമാറുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ അവരിൽ ഉണ്ടാകുന്ന ബുദ്ധി ഏതാണ്? വ്യക്തിയാന്തര ബുദ്ധിയാണ്. അപ്പോൾ പഠനത്തിൻ്റെ കേസിൽ വരുമ്പോൾ സംഘപ്രവർത്തനത്തിലും സഹവർത്തിത പഠനത്തിലും സഹകരണാത്മക പഠനത്തിലും ഗ്രൂപ്പായിട്ട് നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധി വേണം? വ്യക്തിയാന്തര ബുദ്ധി ആവശ്യമാണ്. ഇനി സംഘപ്രവർത്തനങ്ങളിൽ പഠിതാവ് സ്വന്തം നില തിരിച്ചറിയുമ്പോഴും പഠനം തന്നെ വിലയിരുത്തലാകുമ്പോഴും പ്രകടമാകുന്ന ബുദ്ധിയാണ് ആന്തര വൈയക്തിക ബുദ്ധി. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ബുദ്ധിയാണ്. നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ബുദ്ധിയാണ് ആന്തര വൈയക്തിക ബുദ്ധി. സംഘപ്രവർത്തനങ്ങളിൽ പഠിതാവ് സ്വയം തിരിച്ചറിയുകയും പഠനം തന്നെ വിലയിരുത്തലാകുമ്പോഴും പ്രകടമാകുന്ന ബുദ്ധിയാണ് ആന്തര വൈയക്തിക ബുദ്ധി. ഇനി പഠിതാവിന് സ്വന്തം ഭാഷയും സംസ്കാരവും സ്വന്തമാണെന്ന് തിരിച്ചറിവുണ്ടായി അവയെ സംരക്ഷിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് അസ്തിത്വപരമായ ബുദ്ധി. ഇപ്പം നമ്മുടെ ഭാഷ മലയാളമാണ്, നമ്മൾ മലയാളികളാണ്. അപ്പം നമ്മുടെ മലയാള ഭാഷയെയും നമ്മുടെ നാടിനെയൊക്കെ സംരക്ഷിക്കാനോ അത് നമ്മുടെ സ്വന്തമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനോ ഒക്കെ പഠിതാവ് ശ്രമിക്കുമ്പോൾ അത് അസ്തിത്വപരമായ ബുദ്ധിയുമായിട്ട് കണക്റ്റഡ് ആണ്. പഠിതാവിന് സ്വന്തം ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിനും അത് സ്വന്തമാണെന്ന് തിരിച്ചറിയാനൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടാകുന്നത് അത് ഏതുതരം ബുദ്ധിയാണ്? അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധിയാണ്. ഇനി കഥയിലും കവിതയിലുമുള്ള വർണ്ണനകളും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ കഴിയുകയും ചിത്രരചനയിലും മറ്റു നിറങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള പഠിതാവിൻ്റെ താല്പര്യത്തിൽ പ്രകടമാകുന്നതാണ് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ നമുക്ക് കവിതയിലും കഥയിലും ഒക്കെയുള്ള പ്രകൃതി വർണ്ണനകളൊക്കെ കുട്ടിക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. ചിത്രരചനയിൽ അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ കൊടുക്കുന്നു. അതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ചെടികൾ നട്ടുപിടിപ്പിക്കാനും ഗാർഡൻസൊക്കെ പരിപാലിക്കാനും പരിസ്ഥിതി ദിനം ആഘോഷിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിതാവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ എന്തുണ്ടായിരിക്കും? പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി ഉണ്ടായിരിക്കും. അത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക, അങ്ങനെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കത് ഏതുതരം ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭാഷാധ്യാപനത്തിൻ്റെ ശരിയായ ക്രമം ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നിവയാണ്. അപ്പോൾ നമ്മളൊരു ഭാഷ പഠിപ്പിക്കുമ്പോൾ അത് ഏത് ഓർഡറിലായിരിക്കണം? ആദ്യം ശ്രവണം, നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ആദ്യം കേൾക്കണം, പിന്നെ വായിക്കണം, പിന്നെ നമ്മൾ കേൾക്കണം, നമ്മൾ പറയണം, വായിക്കണം, നമ്മൾ എഴുതണം. ഭാഷാധ്യാപനത്തിൻ്റെ ശരിയായ ക്രമം ഭാഷണം, ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഈ 4 രീതിയിലാണ് പോകുന്നത്: ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഇനി യഥാർത്ഥ ഭാഷാരൂപം എന്ന് പറയുന്നത് വായ്മൊഴിയാണ്. അപ്പം ആദ്യമായിട്ടുണ്ടായ യഥാർത്ഥ ഭാഷാരൂപം അല്ലെങ്കിൽ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? വായ്മൊഴിയായിട്ടായിരുന്നു. എഴുത്ത് എന്ന് പറയുന്നത് വന്നിട്ടില്ലായിരുന്നു, വായ്മൊഴിയായിട്ടായിരുന്നു ഭാഷ രൂപം കൊണ്ടത്. ഭാഷയിൽ സ്വാധീനം ലഭിക്കാൻ വേണ്ടുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് പദസമ്പത്താണ്. ഭാഷയിൽ നമുക്ക് പഠിതാവിന് കൂടുതൽ സ്വാധീനം കിട്ടാൻ നമുക്ക് വേണ്ടത് പദസമ്പത്താണ്. ഇനി വ്യാകരണ പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമ്മൾ കുറേ റൂൾസ് പഠിക്കുക എന്നുള്ളതല്ല, തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ വ്യാകരണ പഠനത്തിൻ്റെ ലക്ഷ്യം തെറ്റുകൂടാതെ ഭാഷ പഠിക്കാനുള്ള കഴിവ് നേടുക. ഭാഷാധ്യാപനത്തിൻ്റെ ശരിയായ ക്രമം ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ആ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ യഥാർത്ഥ ഭാഷാരൂപം എന്ന് പറയുന്നത് വായ്മൊഴിയാണ്. ഭാഷയിൽ സ്വാധീനം ലഭിക്കാൻ ഒരു പഠിതാവിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? അത് പദസമ്പത്താണ്, വൊക്കാബുലറിയാണ്. വ്യാകരണ പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്